കേദാർനാഥ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കവാടം. ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ വരണം. പിന്നെ അങ്ങനെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായ ഉണ്ട്, ചായ 20 രൂപ. മേലെ പോകുമ്പോൾ 40, 50, 60, 70, 80, 90, 100 വരെ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേ നടക്കാറുണ്ട് കേട്ടോ. 16 കിലോമീറ്ററാണ്. ഫ്ലഡ് വന്നതിന് പിന്നെ കുറച്ച് റോഡ് കേവ് ആയിട്ട് ഇട്ടിട്ട് 18 കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇങ്ങനെ നടക്കുക തന്നെ. കുറേ ആകുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കും, നിൽക്കും, ഇങ്ങനെ തന്നെ. ഏകദേശം നമ്മൾ 4 o'clock മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ കുതിരകളൊക്കെ പോയിട്ട് കുതിര ചാണകം ഇങ്ങനെ ആയി. കുറേ വെള്ളം മഴ പെയ്തപ്പോൾ ഭയങ്കരമായിട്ട് സ്കിഡുണ്ട്. ഇതാ താഴെ മന്ദാകിനി നദി കവിഞ്ഞ് ഒഴുകുന്നുണ്ട് കേട്ടോ കേദാർനാഥിൽ. മന്ദാകിനി നദി കവിഞ്ഞ് ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. മന്ദാകിനി നദി ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ കേദാർനാഥിലേക്ക് ഇങ്ങനെ നടന്നു പോകട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വരണം. ഓക്കെ, ഹിന്ദുക്കളാണെങ്കിൽ നമ്മളിവിടെ ഒരു പ്രാവശ്യമെങ്കിലും വരണം. അത്രയും വലിയൊരു ട്രക്കിംഗ് ആട്ടോ അത്. അടിപൊളിയാണ്. മേലെത്തുമ്പോൾ വേറെ ലെവലാണ്. -3 ആണിപ്പോൾ. പക്ഷെ നടക്കണ കാരണം നമുക്ക് ആ ചൂട് തണുപ്പറിയില്ല. കാരണം അത്രയ്ക്കും തണുപ്പുണ്ട്. പക്ഷെ നമുക്ക് നടന്ന് അത് വേർക്കും. അത്രയും കയറ്റമാണ്. ആൾക്കാർ കയറി പോകണമല്ലേ വരുന്നത്. കണ്ട അതാ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ചന്ദ്രേട്ടൻ വരുന്നുണ്ട്, കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ വരുന്നുണ്ട്. ഞങ്ങളൊരു ഗ്യാങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഭംഗിയാട്ടോ ഇവിടെ വന്ന് കാണാൻ വേണ്ടിയിട്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഭഗവാനെ കണ്ടിട്ട് പോകണം. അമ്മണി നടന്നു പോകണ്ടതാ. ഒരു രക്ഷയില്ല കേട്ടോ. 16 കിലോമീറ്ററാണ് പോകേണ്ടത്. മന്ദാകിനി നദി താഴെ പോകുന്നുണ്ട്. നമ്മൾ നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇതൊക്കെ ഉണ്ട്, അടുത്തു കൂടെ കുതിര പോവും. അപ്പോൾ ആളുകളുടെ കാല് തട്ടും, കുതിരയുടെ വയറ് തട്ടും. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് വേണം പോകാൻ. അതിനാണ് കേട്ടോ കുതിരയുടെ കഴുത്തിലൊരു മണി കെട്ടിയിട്ടുണ്ട്. അപ്പം ആ മണിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുതിര അടുത്തെത്തി എന്നുള്ളത് മനസ്സിലാവാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കതൊരു റിയാക്ഷനാണ്. ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവും ഏകദേശം അടുത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മാറി കൊടുക്കുക. കാരണം അതുകളിങ്ങനെ വെയിറ്റും താങ്ങി പോകണതല്ലേ, പാവം പോയിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടും സൈഡാവുക, അത് പോയിക്കോളും. നമ്മൾ സ്റ്റൗവൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. സ്റ്റൗവ്, ചെറിയൊരു ഗ്യാസ് ക്യാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. ഈ മാഗി തന്നെ കേട്ടോ, മാഗി, ചായ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതൊക്കെ ഒരു രസമാണ് ശരിക്കും പറഞ്ഞാൽ. വിശക്കുന്ന സമയത്ത് മുകളിൽ 100 രൂപ കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടാവും. കാരണം ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. ഇത് നോക്കിയാൽ ഹിമാലയത്തിൻ്റെ ഒരു കാഴ്ച കാണുമ്പോൾ എന്ത് രസമല്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവിടെ എത്താൻ തോന്നുന്നില്ലേ പെട്ടെന്ന് ഈ ഐസും മഞ്ഞും. നമുക്ക് ഏകദേശം അതിൻ്റെ താഴ്ഭാഗം കറങ്ങിയിട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് പോകട്ടോ. നമ്മൾ കറങ്ങി നടന്ന് അതിൻ്റെ ബാക്ക് സൈഡ് വരെ നമ്മൾ പോകും. ആൾക്കാർ നടന്ന് പോകുന്ന ഒരു കാഴ്ച കണ്ടോ? ഇങ്ങനെ നടന്ന് പോകണം കേട്ടോ. അങ്ങനെ അറ്റം വരെ ഇങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോകുന്ന സമയത്ത് ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ജസ്റ്റ് നമ്മളൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഭസ്മൊക്കെ ഇട്ട് തരും. പിന്നെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണിച്ചാൽ അങ്ങനെ കുതിര പോകുന്നുണ്ട്. പിന്നെ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുതിരപ്പുറത്ത് പോകുന്ന ആളുകൾ കുതിരയിൽ 2 സൈഡിലും കാല് വെക്കാനുള്ള ഒരു സാധനം തന്നിട്ടുണ്ട്. ആ ലാടത്തിൽ നമ്മൾ അമർത്തി പിടിക്കണം. അത് ലൂസിൽ വിട്ട് കഴിഞ്ഞാൽ കുതിര നടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാൻ ചാൻസ് ഉണ്ട്. ആ ബാലൻസ്ഡ് കറക്റ്റ് ആയിരിക്കണം. കുതിരപ്പുറത്ത് കയറുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് കയറുക. അങ്ങനെ രണ്ടാമത്തെ ടൈം നമ്മൾ മാഗി ഉണ്ടാക്കുക കേട്ടോ. വിശപ്പായി. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈം ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ഒന്ന് ഉണ്ടാക്കി, രണ്ടാമത്തെ ഒന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാ രണ്ടാമത്തെ മാഗി ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളയ്ക്കാൻ കുറച്ച് സമയം പിടിക്കും. അവിടെ നല്ല തണുപ്പാട്ടോ. ഈ തണുപ്പിന് നന്നായിട്ടൊന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റെങ്കിലും ആവുന്നുണ്ട്. സമയം പിടിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര മൈനസിലാണ് നിൽക്കുന്നത്. അപ്പോൾ മൈനസിലാവുമ്പോൾ ഇത് ചൂടാവാൻ കുറച്ച് സമയം പിടിക്കും. ഏകദേശം മാഗിയൊക്കെ ആയി, നമുക്ക് കഴിക്കാം. പിന്നെ വീണ്ടും പുറപ്പെട്ടു. എന്തൊരു ക്ലൈമറ്റ്, എന്തൊരു രസമാണ്. ഇവിടെ വരുമ്പോൾ എങ്ങനെയുണ്ട് നോക്കിയേ. മഞ്ഞ് വന്ന് മൂടിയിട്ട് വിത്തിൻ സെക്കൻഡ്സിലായിരിക്കും. നമുക്ക് ചിലപ്പോൾ മഴ ആവാം, ചിലപ്പോൾ വെയിൽ വരും, ചിലപ്പോൾ ഐസ് ക്യൂബ് വീഴും, ചിലപ്പോൾ സ്നോ ആയിരിക്കും. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ കേദാർനാഥിൽ.
ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. അതാണ് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പുറപ്പെട്ട് പോകുന്നോ നാളേക്കേന്ന് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയില്ല കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭഗവാൻ. അപ്പോൾ നമുക്കിതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ താനേ വരും. കാരണം എന്താ, അതങ്ങനെയാണ് ഇതിൻ്റെ ഒരു പവർ. ഒരുപാട് വയസ്സായ ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതൊന്നും കയറി അങ്ങ് എത്താൻ പറ്റില്ല എന്നുള്ളത്. നമുക്ക് മനസ്സിൽ ഒരു പവറുണ്ട്. നമുക്ക് മനസ്സിൽ അവിടെ എത്തുന്ന സമയത്ത് അത് നമുക്ക് താനേ അത് വരും. ഈ ഒരു കാഴ്ച നോക്കിയേ, നമ്മൾ എവിടുന്നോ വരുന്ന ഒരു കാഴ്ച. എന്തൊരു രസമാണ് ഇവിടെ. ഈ ഒരു ചെടികളും മരങ്ങളും അതേമാതിരി വൻ കാട്, വൻ ഹിമാലയ പർവ്വതത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ റോഡൊക്കെ ഉണ്ടാക്കി നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇത്രയും ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ. ഇതായത് നമ്മുടെ ചന്ദ്രേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ടയർഡായിട്ട് കേട്ടോ, കുറച്ചൊക്കെ ടയർഡാവും. ഇതെൻ്റെ വൈഫും ചന്ദ്രേട്ടനും ഇതാ മുന്നിൽ പോണു. ഇത് കണ്ടോ, പാറയൊക്കെ കുത്തി പൊളിച്ചിട്ടാണ് ഇവർ റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ട്രക്കിംഗ്, അടിപൊളി ട്രക്കിംഗ് ആട്ടോ. നമുക്ക് ഇതേ മഞ്ഞ് വന്ന് അടഞ്ഞു, മഴ പെയ്യുന്നുണ്ട്, നൈസ് ക്ലൈമറ്റാണ്. അതിനനുസരിച്ച് തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. -4, -5 ഇപ്പോൾ നിൽക്കുന്നത്. അത്രയും തണുപ്പിൽ നമുക്ക് അറിയില്ല. നമ്മൾ നടന്ന് പോകുമ്പോൾ നമ്മുടെ ബോഡി ഹീറ്റാവും ഓട്ടോമാറ്റിക്കായിട്ട്. നമുക്ക് ആ തണുപ്പ് അറിയില്ല. പക്ഷേ മുകളിൽ പോകുമ്പോൾ കുറച്ച് തണുപ്പ് അറിയും. എങ്കിലും ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, സൂപ്പർ ഫീലിംഗ്. അവിടെ എത്തുന്ന സമയത്തുള്ള ഫീലിംഗ്. ഇത് നമ്മൾ ഇത്രയും ബാഗ് കാര്യങ്ങൾ, നമ്മുടെ ഐറ്റംസ്, ഗ്യാസ്, വെള്ളം, ബ്രെഡ്, ജാം എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം നമ്മൾ കരുതിയിട്ടാണ് പോകുന്നത്. യോഗ മാറ്റ് ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചളിയാണ്. അപ്പോൾ അത് നമ്മളവിടെ വിരിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. എങ്കിലും നമുക്കൊരു 18 hours നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടന്നാലാണ് അവിടെ എത്താൻ പറ്റുക. പക്ഷേ ഈ ഒരു ട്രക്കിംഗ് ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ വന്ന സ്ഥലം ഏകദേശം നോക്കിക്കോളൂ. നമ്മൾ വന്ന സ്ഥലം അത്രയും ദൂരത്ത് നമ്മൾ വന്നിരിക്കുന്നത് 22 കിലോമീറ്റേഴ്സ് ആൾമോസ്റ്റ് വരുന്നുണ്ട്. ഒരു 18 ആയിരുന്നു ആദ്യം, പക്ഷേ ആ റോഡ് ഒന്ന് പൊട്ടി വേറൊരു വഴി കൂടെ റോഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലാണ് വരുന്നത്. ഇത് കണ്ടോ, കുതിരപ്പുറത്ത് പോകുന്ന സമയത്ത് 2 ഭാഗത്തും കാല് വെക്കാൻ തന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ കാല് വയ്ക്കുന്നത് നന്നായി പ്രസ് ചെയ്യണം. ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കോ ഈ ഭാഗത്തേക്കോ ചെരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ഭാഗത്തും ബാലൻസ്ഡ് ആയിട്ട് നിന്നാലാണ് നമുക്ക് ആ സാധനം ഇരുന്ന് പോകാൻ പറ്റുള്ളൂ. കണ്ടോ, ഞാൻ വന്ന സ്ഥലം കേട്ടോ, അതാ ലാസ്റ്റ് നാൾ. ആ മലയിൽ നിന്ന് ഈ മലയിലേക്ക് വന്നിട്ട് വേണം നമുക്ക് ഇപ്പുറത്തോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അവിടെ ബ്രിഡ്ജ് ഉണ്ട് താഴെ. ആ താഴേന്ന് വന്നിട്ട് മുകളിലേക്ക് കയറി ഒരുപാട് മലകൾ ഇങ്ങനെ കയറി വരണം. അങ്ങനെയാണ് ഈ 22 കിലോമീറ്റേഴ്സ് പറയുന്നത്. പക്ഷേ നമ്മൾ ശബരിമലയിലൊക്കെ ഇതിനെക്കാട്ടിലും കയറിയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഈ തണുപ്പാണ് ഇവിടെ വരുമ്പോൾ തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അതിനെക്കാട്ടിലും കുത്തനെയാണിത്, കുറച്ചും കൂടെ കുത്തനെയാണിത് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഇവിടെ വരുമ്പോൾ കിട്ടും. ഇപ്പോൾ 2 സൈഡിലും ഐസ് വന്ന് അടിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ഐസാട്ടത്. ഐസും ചളിയും മേലെ നിന്നും ഈ മലത്തിൽ നിന്നും മേലെ നിന്ന് മണ്ണും ഐസും ഒക്കെ കൂടി വന്നിട്ട് റോട്ടിൽ വന്ന് വീണപ്പോൾ റോട്ടിൽ നിന്ന് മാറ്റിയിട്ട് പുറത്തേക്ക് ഇടുന്നതാട്ടോ. ഐസാണ് കേട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഐസ്, നല്ല തണുത്ത ഐസാട്ടോ. ഇപ്പോൾ ഫോണിലിങ്ങനെ കാണുന്നുണ്ട്, ക്ലിയർ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത് പോകുമ്പോൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. നോക്കിയാൽ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ കളിക്കലും അങ്ങനെ ഒരു രസം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് നോക്കിയേ ഐസ് വന്ന് അടിഞ്ഞ് കിടക്കുന്നുണ്ട് 2 സൈഡും. കണ്ടോ, ഫുള്ള് ഐസ് കട്ട. നമുക്കിങ്ങനെ പൊടിച്ചാലൊന്നും പൊടിയില്ല കേട്ടോ. അത്രയും ഫ്രീസാണ്. കാരണം മൈനസിൽ നിൽക്കുകയല്ലേ. ഇപ്പോൾ -5, -6 ഒക്കെ പറയുമ്പോൾ അത് ഉരുകാൻ പറ്റില്ല. അപ്പം കുറച്ച് വെയിൽ വന്നാലാണ് അത് ഉരുകി പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ മൈനസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ നടന്ന് ഇത്രയും കിലോമീറ്റർ നടന്നു വന്ന കാരണം ചൂടാണ്. നമ്മുടെ ബോഡിക്ക് പ്രശ്നം വരില്ല. പക്ഷേ അവിടെ എപ്പോഴും മൈനസാണ് നമ്മൾ ഈ നടന്നു പോകുമ്പോൾ. ഐസ് കണ്ടോ, കട്ട എത്ര ഹൈറ്റിൽ, 2 ആളുടെ ഹൈറ്റിൽ ഐസ് കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്. ഫുള്ള് മേലേക്ക് ഇനി പോകും തോറും ഫുള്ള് ഐസ് തന്നെ ആയിരിക്കും. അപ്പോൾ പോകുന്ന വഴികളൊക്കെ ഗവൺമെൻറ് അത് നീക്കിയിട്ടുണ്ട്. ഐസ് വന്ന് നീക്കിയിട്ട് അവർ നമുക്ക് റെഡിയാക്കി തരും നടക്കാനുള്ള. അപ്പോൾ നോക്കിയാൽ അമ്മണി കിടന്ന് ഐസ് ആദ്യമായി കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ. നമുക്കിത് എടുക്കാനൊക്കെ പറ്റും. പക്ഷേ വലിച്ചാലൊന്നും വരുന്നില്ല. കോല് വെച്ച് പൊട്ടിച്ച് ഓരോരുത്തർ എടുക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ മേളിൽ കയറുന്നുണ്ട്. നമ്മുടെ ഷൂസൊന്നും നമുക്കൊരു സേഫ് അല്ല. അത് അയാൾ വീഴാൻ പോകണം കണ്ടോ, സേഫ് അല്ല. അപ്പോൾ അതിനനുസരിച്ച് ട്രക്കിംഗ് ഷൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോവാം. പക്ഷേ ഇടുപ്പ് കുത്തി വീണാൽ ബുദ്ധിമുട്ടാണ്. അതൊന്നും ചെയ്യാണ്ടിരിക്കാനാണ് കുറച്ചുകൂടി ബെറ്റർ. വന്നിട്ട് കാണുക, നമ്മൾ സന്തോഷിക്കുക, അതുപോലെ തൊടുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നടക്കുക. ഞാൻ തന്നെ വീഴാൻ പോയി. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുക. ഏറ്റവും ഡേഞ്ചറാണ്. കണ്ട ആൾക്കാരിതാ ഐസിലൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡേഞ്ചറാണ്. കുറച്ചും കൂടെ നമ്മൾ സേഫ് ആണെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പോൾ ഊര കുത്തി വീണ് കഴിഞ്ഞാൽ ആ വേദന പോവില്ല, കാരണം തണുപ്പാണ്. അപ്പോൾ ആൾക്കാരൊക്കെ കളിക്കുന്നുണ്ട്. അതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും ഓരോ മൈൻഡാണ്.
രസമുള്ള സ്ഥലം കേട്ടോ, നല്ല രസമുള്ള ആൾക്കാർ പോകുന്നത്, നമ്മൾ പോകുന്ന വഴി വേറെ കാണാൻ പറ്റും. എന്ത് ഭംഗി അറിയോ, എന്ത് രസമുള്ളൊരു ക്ലൈമറ്റ് അറിയോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു ടയർഡ് അറിയില്ല. ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ, ചായയൊക്കെ നമുക്ക് 50 റുപ്പീസ് 70 റുപ്പീസ് 100 ഒക്കെയാണ് ചിലപ്പോൾ ചോദിക്കുക. അതൊക്കെ ഉണ്ട്. മുകളിൽ ഇത്രയും മുകളിൽ അവർ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അതിന് റേറ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ കട്ട് റൂട്ട് കൂടെയൊക്കെ പോയിട്ടോ, ഓവർ തിരക്ക് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ നല്ല റോഡാണെന്ന് വെച്ചാൽ ഈസി റോഡ് വേ അങ്ങനെ ഇതുപോലെയൊക്കെ പോകാൻ പറ്റും. അല്ലെങ്കിൽ മെയിൻ റോഡിൽ കൂടെ തന്നെ പോകണമായിരിക്കും ബെറ്റർ. വഴിക്ക് കഴിഞ്ഞാൽ താഴെ വീഴും കണ്ടോ. നമ്മളിങ്ങനെ സാഹസികമായിട്ട് കുറച്ച് റോഡ് കൂടെയൊക്കെ പോയിക്കാനോ 2-3 കിലോമീറ്റർ കുറയും ഇങ്ങനെ പോകുമ്പോൾ. പക്ഷേ ഡേഞ്ചറാണ്. ചില ആൾക്കാർ പോവും, ചില ആൾക്കാർ പോവില്ല. നല്ല സ്ഥലം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ വന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പീസ് ഓഫ് മൈൻഡ് വേറെ. ഒന്നും നോക്കണ്ട, മറന്നങ്ങ് പോവുക. വീടും കാര്യങ്ങളൊക്കെ മറന്ന് വെച്ചിട്ട് ഒരു 10 ദിവസം ഇവിടെ വരിക. നമ്മൾ ഏർലി മോർണിംഗ് ഒരു 3:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ ഏകദേശം 7 മണിയായി. ഇനിയും ഞങ്ങൾ എത്തിയിട്ടില്ല. ഓൾമോസ്റ്റ് ഞങ്ങളൊരു 10 o'clock ആകുമ്പോൾ അവിടെ എത്തുമെന്ന് വിചാരിക്കണം. ഏകദേശം ഒരു 18 hours. അപ്പോൾ അതാ കാണുന്ന മലയുടെ ഏകദേശം മുകളിൽ നമുക്ക് എത്തണം. ഇനിയും ഒരു 4-5 കിലോമീറ്റേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചപ്പോൾ പറയുന്നത്. ഓരോരുത്തർ ഓരോ വിധത്തിൽ നമ്മൾ എത്തിയാലേ അറിയുള്ളൂ അവിടെ എങ്ങനെ. ആ ലാസ്റ്റ് എൻഡ് ലൈറ്റ് കാണില്ല, അവിടുന്ന് ഒരു 3 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഏകദേശം ഇതിൻ്റെ താഴെ, ആ മലയുടെ താഴെ ആയിട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ ടെൻറ്റൊക്കെ അവിടെയാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര രസമുള്ള യാത്രയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് പോകണമെന്നാണ് പറയുന്നത് ഞാൻ. എൻ്റെ അനുഭവത്തിൽ കേട്ടോ, എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, ബെസ്റ്റ് പ്ലേസ് ആട്ടോ. ശരിക്കും പറഞ്ഞാൽ കേദാർനാഥ് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാല് കുത്തണം. അത് നമുക്കൊരു ഭാഗ്യമാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റേഴ്സ് ഒരു ചെറിയൊരു സഫിക്കേഷൻ വന്നു ബ്രീത്തിങ്ങിൻ്റെ, അല്ലാണ്ട് വേറെ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടായിട്ടില്ല. ഏകദേശം നമ്മളിതാ കേദാർനാഥിൻ്റെ സെൻട്രൽ പോയിന്റിലെത്തി, ബേസ് ക്യാമ്പിലെത്തി. ഹെലികോപ്റ്ററിൻ്റെ ബേസ് ക്യാമ്പ്, ഹെലികോപ്റ്ററൊക്കെ പാർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ പാഡുള്ള സ്ഥലത്തിൻ്റെ അടുത്താട്ടോ നമുക്ക് ഇത് തന്നിരിക്കുന്നത്, ടെൻറ്റ് തന്നിരിക്കുന്നത്. ഇതാ ഹിമാലയ പർവ്വതങ്ങൾ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട് ഐസൊക്കെ ആയിട്ട്. അല്ല, നമ്മൾ ഏകദേശം ഇവിടെ എത്തി. മോർണിംഗ് ആട്ടോ, നമ്മൾ എത്തി, മോർണിംഗ് ആണത്. ഇപ്പോൾ -8, 9, 10 ആ ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ പിന്നെ ക്യൂവിൽ, അമ്പലത്തിന് മുന്നിൽ, അമ്പലത്തിൽ ക്യൂവിൽ വന്ന് നിന്നപ്പോൾ ഒരു അഹോരി വന്നിട്ട് നമുക്ക് രുദ്രാക്ഷമൊക്കെ തന്നു. ഇപ്പുറത്ത് ഇരിക്കുന്നത് ഞാനാണ്. തലയിലൊക്കെ കെട്ടും പാണ്ടൊക്കെ ആയിട്ടിരിക്കുന്നത്. നല്ല തണുപ്പാട്ടോ, -10, -11 നിൽക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കാഴ്ച, ഒരാൾ വന്നിട്ട് നമ്മൾ 10 രൂപ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന്, അയാൾ ഹിമാലയത്തിൽ പോയിട്ട് എടുത്ത് വരുന്ന രുദ്രാക്ഷം നമുക്ക് തരും. കണ്ടോ, രുദ്രാക്ഷം തരും. അത് ഒറിജിനൽ രുദ്രാക്ഷം, അവർ മുകളിൽ പോയിട്ട് വലിച്ചു കൊണ്ടുവരുന്ന രുദ്രാക്ഷമാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഒരു ചെറിയൊരു സന്തോഷം മനസ്സിന്. അതും വാങ്ങിച്ച് പോക്കറ്റിലിട്ട് ഇനി ഭഗവാനെ കാണണം. ഏകദേശം ഒരു 5 hours നമുക്കിവിടെ ക്യൂ നിൽക്കണം. അതിനുശേഷം ഭഗവാനെയൊക്കെ കണ്ടു. ഉള്ളിൽ അലൗഡല്ല. അങ്ങനെ പുറത്ത് വലിയൊരു ഓം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഭഗവാന്റെ അമ്പലം കൊണ്ടാണ് കാണുന്നത്. പക്ഷേ മഞ്ഞ് മൂടിയിട്ട് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റും, വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ശങ്കരാചാര്യൻ്റെ ഒരു വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. എവിടെ എല്ലാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരണം കേട്ടോ. ആര് പോയാലും നമുക്കിവിടെ വരണം. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മനസ്സിനൊരു കിട്ടുന്നൊരു ശാന്തി. ആൾ കാരണമാണ് ഈ ഒരു അമ്പലം ഉണ്ടായെന്നാണ് പറയുന്നത്. പുള്ളി ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കിവിടെ വരുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. ശങ്കരാചാര്യരെ അവിടെ വന്ന് എല്ലാവരും തൊഴുതിട്ടേ പോവുള്ളൂ. ഫോട്ടോസൊക്കെ എടുക്കാം, നോ പ്രോബ്ലം. അങ്ങനെ അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും ഇവിടെയൊക്കെ എത്താൻ ഭാഗ്യം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നു പോവുക. നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട്, ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു.